നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദി ഹിന്ദു. CPIM keen on improving quality of membership. Youth Connect. The draft political organizational report of the Communist Party of India Marxist currently being discussed at the party's 24th Congress notes an increase in party membership from 9,85,757 in 2021 to 10,19,009 in 2024, but it also highlights a decline in membership quality. While we have a rigorous recruitment process, it is not only adhered to which results in candidate members without proper education of the party program receiving full membership, said senior leader. The Hindu report. Twisted video of ill treatment of staff for not meeting targets. DYFI activists stage a protest outside a firm where employees have been allegedly subjected to ill treatment. Even as the Kerala State Youth Welfare Board and the State Human Rights Commission registered cases on Saturday after visuals of employees of firm engaged in door-to-door marketing of household goods being allegedly ill-treated for not meeting monthly target emerged, doubts have arisen about the veracity of the visuals. After taking statements of employees of the firm, including of a youth reportedly being ill-treated in the visuals, sources in the Perumbavoor police said the visuals were taken by a former employee whose service had been terminated. ദേശാഭിമാനി 2025 ഏപ്രിൽ 6 ഞായർ. മഹാറാലിയുടെ ഇന്ന് സമാപനം. പൊതുസമ്മേളനം എൻ ശങ്കരയ്യ നഗറിൽ. കേരളം അടക്കം സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയതോടെ മധുര ജനസാഗരമായി. മധുര തമക്കം മൈതാനത്ത് സീതാറാം യെച്ചൂരി നഗറിലെ ബുദ്ധദേവ് ഭട്ടാചാര്യ കവാടത്തിനരികിൽ മുതിർന്ന CPIM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിക്കൊപ്പം സെൽഫി എടുക്കുന്നവർ. സ്വകാര്യ മേഖലയിൽ സംവരണം വേണം. രജിസ്റ്റർ ചെയ്ത എല്ലാ സ്ഥാപനങ്ങളിലും സംവരണം ഉറപ്പാക്കണം. സർക്കാർ പൊതുമേഖലയിൽ തൊഴിൽ കുറഞ്ഞു. കേന്ദ്ര സർക്കാർ ജോലികളിൽ 86% കരാർ അടിസ്ഥാനത്തിൽ. ഭരണഘടനാദത്തമായ സംവരണം കൃത്യമായി നടപ്പാക്കുന്നില്ല. പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗങ്ങൾക്കുള്ള സംവരണം സംഘടിത സ്വകാര്യ മേഖലയിലേക്ക് വ്യാപിക്കണമെന്ന് CPIM 24ാം പാർട്ടി കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത എല്ലാ സ്ഥാപനങ്ങളും അത് നടപ്പാക്കണം. പൊതുപണം ഉപയോഗിച്ച് തൊഴിൽ സൃഷ്ടിക്കുന്ന പല മേഖലകളിലും സംവരണം ഇല്ല. സ്കീം വർക്കർമാർ, സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കരാറുകാർ വഴിയും സ്വകാര്യ ഏജൻസികൾ വഴിയുമുള്ള നിയമനങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. 20 ലക്ഷം ഇന്റേണുകൾക്കായി 1.73 ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ 500 വൻകിട കമ്പനികൾക്ക് നൽകുന്ന പദ്ധതി 2024 ബജറ്റിൽ മോദി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അവിടെയും സംവരണമില്ല. സർക്കാർ ജോലികളിൽ ഭരണഘടനാദത്തമായ സംവരണം കൃത്യമായി നടപ്പാക്കുന്നില്ല. നവലിബറൽ നയങ്ങളുടെ ഭാഗമായി സർക്കാർ മേഖലയിലും പൊതുമേഖലയിലും തൊഴിൽ കുറഞ്ഞു. 1990കളിൽ 2 കോടിയോളം പേർ ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നുവെങ്കിൽ 2012 1.7 കോടിയായി കുറഞ്ഞു. മോദി സർക്കാർ വന്നതോടെ അത് കുത്തനെ ഇടിഞ്ഞു. ഒഴിഞ്ഞുകിടക്കുന്ന 10 ലക്ഷത്തിലധികം കേന്ദ്ര തസ്തികകളിൽ ബഹുഭൂരിപക്ഷവും സംവരണ മേഖലയിലുള്ളതാണ്.
പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പല സംസ്ഥാന സർക്കാർ തസ്തികകളിലും ഇതാണ് സ്ഥിതി. പൊതുമേഖലാ ബാങ്കുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. നിയമനം 10 ലക്ഷത്തിൽ നിന്ന് 7.5 ലക്ഷമായി ഇടിഞ്ഞു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ 35% കുറവാണുണ്ടായത്. 2014 ശേഷം റെയിൽവേ, തപാൽ, പൊതുമേഖലാ ബാങ്ക് തുടങ്ങിയ മേഖലകളിലാണ് ജീവനക്കാർ കുറഞ്ഞത്. കേന്ദ്ര സർക്കാർ ജോലികളിൽ 86% കരാർ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി ജീവനക്കാരാണ്. അധ്യാപക നിയമനവും വലിയ തോതിൽ കുറഞ്ഞു. ഇതെല്ലാം ബാധിച്ചത് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയാണ്. ഈ വിഭാഗങ്ങൾ ഇപ്പോഴും വിവേചനം നേരിടുന്നുവെന്നും പ്രമേയത്തിൽ പറഞ്ഞു. രാമേന്ദ്ര ഡോം അവതരിപ്പിച്ച പ്രമേയം ഇഷ്ഫാഖ് ഉർ റഹ്മാൻ പിന്താങ്ങി. ിൽ കേന്ദ്ര ഫണ്ടില്ല. തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ളത് 103.24 കോടി. ഡോക്ടർ അജിത് നവലെ, CPIM മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടറി. മഹാരാഷ്ട്രയിൽ ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കാനാണ് ശ്രമങ്ങൾ. ജനകീയ പോരാട്ടങ്ങൾക്ക് എതിരെ കിരാത നിയമം. അസമിൽ വംശീയ ഉന്മൂലന നീക്കം. ഇഷ്ഫാഖ് ഉർ റഹ്മാൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം. കിഷൻ പരീഖ്, CPIM രാജസ്ഥാൻ സംസ്ഥാന സെക്രട്ടറി. പ്രക്ഷോഭച്ചൂടിൽ മണലാരണ്യം. ലലൻ ചൗധരി, CPIM ബീഹാർ സംസ്ഥാന സെക്രട്ടറി. ബീഹാറിൽ പ്രതിപക്ഷം ആത്മവിശ്വാസത്തിൽ. തകർച്ചയുടെ വക്കിലുള്ള JDUവിനെ BJP വിഴുങ്ങും. സെൽഫി വിത്ത് മാർക്സ് വൈറൽ. വഖഫ് കഴിഞ്ഞു, അടുത്തത് ക്രൈസ്തവർ. ക്രിസംഖികൾക്കുള്ള പണി തുടങ്ങി. ഏറ്റവും വലിയ സ്വത്തുടമ സഭയെന്ന് RSS. വഖഫ് ബോർഡിനേക്കാൾ ഭൂസ്വത്ത് കത്തോലിക്ക സഭയ്ക്കുണ്ടെന്ന് ഓർഗനൈസർ. സഭാ സ്വത്തുക്കളുടെ മൂല്യം 20,000 കോടി. സ്വത്തിൻ്റെ നിയമസാധുത ചോദ്യം ചെയ്യും. വിവാദമായപ്പോൾ ലേഖനം പിൻവലിച്ചു. വിവാദ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയെടുത്ത് രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ നടപടികൾ തുടങ്ങിയതിന് പിന്നാലെ അടുത്ത ലക്ഷ്യം കത്തോലിക്ക സഭയുടെ സ്വത്തുക്കളാണെന്ന പ്രഖ്യാപനവുമായി RSS മുഖവാരിക. ഒഡീഷയിൽ പള്ളിയിൽ കയറി പോലീസ് വൈദികരെ മർദ്ദിച്ചു. മർദ്ദനമേറ്റവരിൽ മലയാളി വൈദികനും. ക്രിസംഖികളാണ്, കിട്ടേണ്ടത് കിട്ടിയേ പറ്റൂ. യോജിച്ച് ചെറുക്കണം മുഖ്യമന്ത്രി. നിശബ്ദരാക്കാൻ കേന്ദ്ര ഏജൻസികൾ. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ്. എമ്പുരാനിൽ പ്രതികാര നടപടി തുടരുന്നു. ഗുജറാത്ത് കലാപം ഓർമ്മിപ്പിച്ച എമ്പുരാൻ സിനിമയുടെ പ്രവർത്തകർക്കെതിരെ കേന്ദ്ര BJP സർക്കാരിൻ്റെ പ്രതികാര നടപടികൾ തുടരുന്നു. സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലന് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘനത്തിൽ കുടുക്കിയതിന് പിന്നാലെ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് സുകുമാരന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി. ഗോകുലം ഗോപാലന് ഫെമിയിൽ കുടുക്കി ED. 3 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തെന്ന് പറയുന്ന കേസിൽ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലന് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘനത്തിൽ കുടുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 2022 കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണമെന്നാണ് ED പറയുന്നതെങ്കിലും മിന്നൽ റെയ്ഡ് നടത്തിയത് മണിക്കൂറുകൾ
ഗോപാലിനെ ചോദ്യം ചെയ്തതും ഉടനടിയുള്ള പ്രതികാര നടപടിയാണെന്ന് വ്യക്തം. ഭാവി പോരാട്ടങ്ങൾക്ക് ഊർജം. പാർട്ടി കോൺഗ്രസ് വേദിയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, പിണറായി വിജയൻ എന്നിവർക്കൊപ്പം MV ഗോവിന്ദൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അളക്കേണ്ടത് പാർലമെന്റിലെയോ നിയമസഭകളിലെയോ അതിൻ്റെ പ്രാതിനിധ്യം വെച്ച് മാത്രമല്ല, മറിച്ച് ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രക്ഷോഭങ്ങൾ വളർത്തിക്കൊണ്ടുവരാനുള്ള അതിൻ്റെ ശേഷിയെ അടിസ്ഥാനമാക്കി കൂടിയാണ്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി കൊണ്ട് തോറ്റുപോകുന്ന ആദർശമല്ല കമ്മ്യൂണിസം. അതുകൊണ്ട് തന്നെ ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രാദേശിക തലം മുതൽ ദേശീയ തലം വരെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ പാർട്ടിക്ക് കഴിയണമെന്നാണ് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ സാരാംശം. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി ഉടൻ തിരിച്ചു നൽകണം. രാഷ്ട്രീയ തടവുകാരെയും മാധ്യമ പ്രവർത്തകരെയും മോചിപ്പിക്കണം. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പാർട്ടി കോൺഗ്രസ് വേദിയിൽ ബൃന്ദക്കാരാട്ട് മധുര നൽകുന്നു. MP രാജേഷ്, PK ശ്രീമതി, KN ബാലഗോപാൽ, മേഴ്സിക്കുട്ടിയമ്മ എന്നിവർ സമീപം. ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ അനുവദിക്കില്ല. ജീവൽ പ്രശ്നങ്ങളിൽ പോരാട്ടം ശക്തമാക്കും. അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾ ദാനമല്ല, മൗലിക അവകാശമാണ്. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണം. മുസ്ലിങ്ങളുടെ അവകാശം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ അജണ്ടയാണ് ഈ ഭേദഗതികൾക്ക് പിന്നിൽ. ദേശീയ കാർഷിക നയ ചട്ടക്കൂടിന്റെ കരട് പിൻവലിക്കണം. റദ്ദാക്കിയ 3 കാർഷിക നിയമം പിൻവാതിലൂടെ ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. CPIM ചിറ്റൂർ മുൻ ജില്ലാ സെക്രട്ടറി ചെല്ല വെങ്കട്ടയ്യ വെള്ളഷർട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് 580 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടി മധുരയിലെ CPIM പാർട്ടി കോൺഗ്രസ് വേദിയിൽ എത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകൻ കുപ്പുസ്വാമിക്കൊപ്പം പാർട്ടി അംഗത്വത്തിൽ വർധന. ബഹുജന സംഘടനകളുടെ അംഗത്വത്തിലും വർധന. സ്ത്രീകളുടെയും യുവാക്കളുടെയും പ്രാതിനിധ്യം വർദ്ധിച്ചു. 75.9% പാർട്ടി അംഗങ്ങൾ അടിസ്ഥാന വർഗങ്ങളിൽ നിന്ന്. പാർട്ടി കോൺഗ്രസ് വേദിയിലെത്തിയ നടൻ പ്രകാശ് രാജ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെയും സംഘാടക സമിതി സെക്രട്ടറി സു വെങ്കടേശൻ MP, സംവിധായകരായ ജ്ഞാനവേൽ, മാരി ശെൽവരാജ് എന്നിവർ സമീപം. ആഴക്കടൽ ഖനനം കേന്ദ്രം പിന്മാറണം. വിഷമയ വസ്തുക്കൾ കടൽത്തട്ടിൽ നിന്ന് ഇളകി വരാനും ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകാനും ഖനനം കാരണമാകുമെന്ന് പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ നിന്ന് കരട് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത N സുകന്യ, V ശിവദാസൻ, PA മുഹമ്മദ് റിയാസ്, R ബിന്ദു, PK ബിജു. അഭിമാനത്തോടെ CC ഓഫീസ്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര കമ്മിറ്റി ഓഫീസ്. 9ാം കോൺഗ്രസിന്റെ ഓർമ്മയിൽ പാലോളി. സോഷ്യലിസ്റ്റ് ക്യൂബയ്ക്ക് ഐക്യദാർഢ്യം. മിനിറ്റ്സ് കമ്മിറ്റി അംഗങ്ങളായ ആദർശ് M സജി, മയൂഖ് ബിശ്വാസ്, M അനിൽകുമാർ, PV അനിയൻ, പ്രാച്ചി ഹത്ലിവേക്കർ, KN ഉമേഷ് എന്നിവർ. CPIM പാർട്ടി കോൺഗ്രസ് നടപടികൾ നിയന്ത്രിക്കുന്ന പ്രസിഡിയത്തിൽ അധ്യക്ഷൻ മണിക് സർക്കാരിനൊപ്പം അംഗങ്ങളായ പുത്രത്ത് ദിനേശൻ, വിക്രം സിംഗ്, MA ഗഫൂർ, വിനോദ് നിക്കോളാസ്, മീനാക്ഷി മുഖർജി, ബാലഭാരതി എന്നിവർ. സംഘപരിവാർ അഴിഞ്ഞാടുന്നത് ഭരണത്തിന്റെ ബലത്തിൽ. രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ മുഖപത്രം. RSS നീക്കത്തെ യോജിച്ച് ചേർക്കണം. ഓർഗനൈസറുടെ ലേഖനം അപരമത വിരോധം. അനാവശ്യ പരാമർശം വിപൽ സൂചന.
അടുത്തത് ചർച്ച ബില്ലെന്ന് സതീശൻ. കേന്ദ്ര സർക്കാർ നിഷ്ക്രിയത്വം തുടരുന്നു അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ. ജബൽപൂർ അക്രമം അടികെട്ടിയെങ്കിൽ സഹിച്ചോളാൻ PC ജോർജ്. ജബൽപൂരിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ നടന്ന അക്രമത്തെ ന്യായീകരിച്ച് BJP ദേശീയ കൗൺസിൽ അംഗം PC ജോർജ്. അടികൊണ്ടെങ്കിൽ സഹിച്ചോളാനും മര്യാദകേട് കാണിച്ചാൽ ചിലപ്പോൾ അടി കിട്ടുമെന്നും PC ജോർജ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് വിഷയം മതവിശ്വാസമാണ്. ചിലപ്പോൾ അടി കിട്ടും, ഞാനാണെങ്കിലും ചിലപ്പോൾ അടിക്കും, പിണങ്ങിയിട്ട് കാര്യമില്ല. ഭീഷണിയിൽ വഴങ്ങാത്തവരെ നിശബ്ദരാക്കാൻ കേസ്. മറനീക്കുന്നത് സംഘപരിവാർ അജണ്ട. മാധ്യമപ്രവർത്തകരെ പുറത്താക്കി സുരേഷ് ഗോപി യജമാനൻ. സംസ്കാരമുള്ളവരുടെ അടുത്ത് പോയാൽ മതിയെന്ന്. മാധ്യമപ്രവർത്തകരെ വീണ്ടും അധിക്ഷേപിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാർ 68ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി തൃശ്ശൂരിൽ CPI സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാകാരന്മാരെ ഭയപ്പെടുത്തുന്നു. ഭരിക്കുന്നവർക്ക് അപ്രിയമായ അവർ മൂടിവെക്കാൻ ശ്രമിച്ച ഒരു ചരിത്ര സത്യം എമ്പുരാനിലൂടെ ലോകമാകെ അറിഞ്ഞു. അതിന്റെ പ്രതിഫലനമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരായ കിരാത നടപടി. ഭയം ഭരിക്കുന്നു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യ പ്രാകൃത ഭരണകൂടത്തിലേക്ക് പൂർണ്ണമായും കടക്കുന്നു എന്നതിന്റെ പരസ്യ പ്രഖ്യാപനമാണിത്. സന്തോഷ് കീഴാറ്റൂർ നടൻ, ഷെറി ഗോവിന്ദ് സംവിധായകൻ. വഖഫ് വേട്ട തുടങ്ങി. വഖഫ് സ്വത്തുക്കൾ കണ്ടെത്താൻ UP-യിൽ കളക്ടർമാരുടെ പരിശോധന. കറുത്ത ബാഡ്ജ് അണിഞ്ഞ് പ്രതിഷേധം, 2 ലക്ഷം വീതം കെട്ടിവെക്കാൻ നോട്ടീസ്. വെരി ഗുഡ്. ഗാസയിൽ നിലയ്ക്കാത്ത ശിശുരോധനം. ഗാസയിൽ ദിവസം 100 കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നു. ഇസ്രയേലി ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടി ഗാസ സിറ്റിയിലെ അൽ ഔദ ആശുപത്രിയിൽ. UDF-ന്റെ ചെറുകാവ് ബാങ്കിൽ 11.5 കോടിയുടെ വെട്ടിപ്പ്. 10.5 കോടി രൂപയും 1 കോടി രൂപയുടെ പണയ സ്വർണവുമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായ ബാങ്ക് സെക്രട്ടറി തട്ടിയെടുത്തത്. പെരുമ്പാവൂരിൽ തൊഴിലാളി പീഡനം. ടാർഗറ്റ് തികച്ചില്ല, കഴുത്തിൽ ബെൽറ്റിട്ട് മുട്ടിലിഴയിച്ചു. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന്റെ പെരുമ്പാവൂർ അറക്കപ്പടി കെൽട്രോ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ തൊഴിലാളികളെ കഴുത്തിൽ ബെൽറ്റിട്ട് മുട്ടിലിഴയ്ക്കുന്നു. കർശന നടപടി സ്വീകരിക്കണം DYFI. സ്വകാര്യ കമ്പനിക്കെതിരെ കർശന നടപടി. കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന്റെ വിതരണ കമ്പനിയായ പെരുമ്പാവൂർ കെൽട്രോ എന്ന സ്ഥാപനത്തിൽ തൊഴിലാളികളെ പീഡിപ്പിച്ച സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ചുവപ്പിന്റെ തലസ്ഥാനമായി മധുര. ഞായർ നടക്കുന്ന സമാപന റാലിയിൽ 5 ലക്ഷം പേർ അണിനിരക്കും. ജോൺ ബ്രിട്ടാസിന് വധഭീഷണി. RSS പ്രവർത്തകനെതിരെ കേസെടുത്തു. ജോൺ ബ്രിട്ടാസ് MPക്കെതിരെ ഫേസ്ബുക്കിലൂടെ വധഭീഷണി മുഴക്കുകയും രാജ്യസഭാ പ്രസംഗം വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗിക്കുകയും ചെയ്ത RSS പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. അഴിയൂർ സ്വദേശി ചരങ്കയിൽ സജിത്തിനെതിരെയാണ് ചോമ്പാല പോലീസ് കേസെടുത്തത്.